കാശ്മീർ കുന്നെന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് അവിടെ എത്തുന്നത്? ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? കശ്മീർ എപ്പോഴും നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷനാണ്. കേരളത്തിലെ കശ്മീർ എന്ന് പറയുന്നത് കോഴിക്കോട് മാത്രമേ ഉള്ളൂ. അതാണ് കശ്മീർ കുന്ന്. ഇവിടെയാണ് ഞങ്ങൾ ദ സ്കൈ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എങ്ങനെ ഹ്യൂമൻ പൊട്ടൻഷ്യലിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തി ജീവിതത്തെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യപ്പെടും, അങ്ങനെ ചെയ്യുന്ന ഒരു ബിൽഡറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊരു കമ്പനി ഉണ്ടോ? വിഷണറി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. ഈ ഒരു സ്ഥലത്ത് ആരാണ് ജീവിക്കേണ്ടത്, എന്തിനാണ് ജീവിക്കേണ്ടത്, ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇൻകം. സ്കൈ ഫ്രം ദി ഹൗസ് ഓഫ് ക്രൈറ്റർ ഗ്രൂപ്പ്. എന്താണ് സ്കൈ? ആരാണ് സ്കൈക്ക് പിന്നിൽ? അതിന്റെ ഫൗണ്ടറും MD-യുമായ ഇഫ്ലു റഹ്മാനാണ് എനിക്കൊപ്പം എന്നുള്ളത്. വെൽക്കം സർ. ആകാശം എന്നുള്ളതാണ് സ്കൈ എന്ന് പറയുമ്പോൾ അതിന് ലിമിറ്റ്സ് ഇല്ലെന്ന് പറയും. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും സ്കൈയിൽ പോകണം, സ്കൈ വേണം എന്ന് പറയുന്നത്? സ്കൈ ഒരു ഇമോഷനാണ്. സ്കൈ ഞങ്ങളുടെ ഒരു ആശയമാണ്, ഞങ്ങളുടെ ഒരു ഇൻറ്റൻ്റാണ്, ഞങ്ങളുടെ ഒരു പേർപ്പസാണ് സ്കൈ എന്ന് പറയുന്നത്. ഈ പേര് ഭയങ്കര ഡിഫറെന്റ് ആണ്, ക്രൈറ്റർ. അതെന്താണ് അങ്ങനെ ഒരു പേരിലേക്ക് എത്താനുള്ള ഒരു റീസൺ? ക്രൈറ്റർ എന്ന് ബേസിക്കലി ഇത് വന്നിരിക്കുന്നത് ഒരു ക്രിയേറ്റേഴ്സ് എന്നുള്ള ഒരു മീനിങ്ങിൽ നിന്നാണ്. ഞങ്ങൾ അതിനെ ക്രൈറ്റർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത്. ഞങ്ങൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾ ബിസിനസ്സിനെ നോക്കിക്കാണുന്നത് ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റിലൂടെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിലായിരിക്കും. ബിസിനസ് നോട്ട് ഓൺലി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരു നമ്പേഴ്സ്, അതിലുപരി മോർ ദാൻ ദാറ്റ് ഒരു ഇമോഷൻസ്, ഇതൊക്കെ ഞങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളെ ഇങ്ങനെ പല വഴികളിലൂടെ കൊണ്ടുപോയി ഇന്ന സ്ഥലത്താണെന്ന് പറയും. അപ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കുന്ന കാര്യങ്ങളൊന്നാണ് എവിടെയാണെന്നുള്ളത്. ഈ സ്കൈയിൽ എനിക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് തോന്നിയത് കാശ്മീർ കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതെന്നുള്ളതാണ്. ഈ കാശ്മീർ കുന്നെന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് അവിടെ എത്തുന്നത്? ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? കശ്മീർ എപ്പോഴും നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷനാണ്. കേരളത്തിലെ കശ്മീർ എന്ന് പറയുന്നത് കോഴിക്കോട് മാത്രമേ ഉള്ളൂ. അതാണ് കശ്മീർ കുന്ന്. വെരി ഫ്യൂ മിനിറ്റ്സ് അവേ ഫ്രം ദ സിറ്റി. ഈ ഒരു ഹിൽ ടോപ്പിലാണ്, ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡാണ് കശ്മീർ. കശ്മീർ കുന്ന് എന്നൊക്കെ പറയുകയാണെങ്കിലും ഞാൻ പറയും അതൊരു ഹിൽ ഒന്നുമല്ല, അത് ജസ്റ്റ് ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള 100 meters ഫ്രം ദ റൂട്ട് ലെവൽ. അവിടെ ചെന്നെത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു നാച്ചുറൽ ക്ലൈമറ്റ്, ഒരു മൈക്രോ ക്ലൈമറ്റ്, ഒരു കൂൾ ബ്രീസി ആയിട്ടുള്ള ഒരു പീസ് ഓഫ് സറൗണ്ടിങ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു കശ്മീരിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടും ഒരു യുണീക്ക് ആയിട്ടുള്ള, വളരെ റെയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കശ്മീർ കുന്ന് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞങ്ങൾ ദ സ്കൈ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ കാശ്മീർ കുന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിന് ചുറ്റും 360 ഡിഗ്രി നമ്മൾ എങ്ങനെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതി തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകതര സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതും ഒരു പ്രത്യേകതയുള്ള പ്രോജക്റ്റാണ്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തുന്നത്? അതായത് ഇത് എങ്ങനെ കണ്ടുപിടിച്ചു, അത് മതി ഞങ്ങളുടെ പ്രോജക്റ്റിന് എന്നുള്ള ഒരു ഡിസിഷനിൽ വരാനുള്ള കാര്യം എന്താ? ഞങ്ങളൊരു പ്രോജക്റ്റും ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല. ഈ പ്രോജക്റ്റുകളെല്ലാം ഞങ്ങളെ തേടി വരുന്നത്. ഇതും അങ്ങനെ തന്നെ വന്നൊരു പ്രോജക്റ്റാണ്. ഇവിടെ കശ്മീർ കുന്ന് എന്ന് പലരും പറയുന്ന ഒരു സമയം ഒരുപാട് ആളുകൾ വരുമായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഓഫ് ക്ലൈമറ്റും അതിൻ്റെ ഒരു ബ്യൂട്ടി തന്നെയായിരുന്നു അത്. കശ്മീർ കുന്നൊന്ന് കണ്ടു നോക്കാം എന്ന് കരുതിയിട്ട് ഞാനും എൻ്റെ കൊളീഗ്സും അവിടെ പോയി. അവിടെ പോയ സമയത്ത് കണ്ട ആ ഒരു സമയം അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, നമുക്കിത് വാങ്ങിയാലോ? അപ്പോൾ വാങ്ങാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നത് അതൊരു വൺ ഓഫ് ദ കൈൻഡ് ഓഫ് മൊമെൻ്റ് ആയിരുന്നു. ഇത് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി കൈമാറി വരുന്ന ആൻസെസ്ട്രൽ ആയിട്ടുള്ള നമ്മുടെ ചില പ്രോപ്പർട്ടി അല്ലെങ്കിൽ ചില ഗോൾഡൊക്കെ പോലെയാണ്. അതാർക്കും വിട്ടുകൊടുക്കില്ല നമ്മൾ. അപ്പം അത് നമ്മൾ കൊടുക്കണമെങ്കിൽ അത്രയും വിശ്വാസമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇവൻ അല്ലെങ്കിൽ ഇവളിത് ശരിക്കും നോക്കുമെന്നുള്ള ഒരാൾക്ക് വിട്ടുകൊടുക്കുള്ളൂ. അപ്പം ഇത്തരം ഒരു പ്രോജക്റ്റ് പറഞ്ഞിട്ടാണോ അതിനെ സ്വന്തമാക്കുന്നത്, അതോ ഈ വിഷൻ പറഞ്ഞാണോ കാശ്മീർ കുന്നിനെ സ്വന്തമാക്കുന്നത്? ഇത് ഹോൾഡ് ചെയ്യുന്ന ആളെന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ആള് താജ് വയനാടിൻ്റെ MD-യും കൂടിയാണ്. തുടക്കത്തിലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞെങ്കിലും എൻ്റെ ഇൻറ്റൻറ്റ് എന്താണ്, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, വളരെ ജെന്യൂനായിട്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട്, ഓപ്പണായിട്ട് സംസാരിച്ചപ്പോൾ
ഈ അണ്ടർസ്റ്റുഡ്. അപ്പോൾ ആൾക്കൊരു കോൺഫിഡൻസ് വന്നു, ആൾ എനിക്ക് അത് തരികയാണ് ചെയ്തത്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു ലാൻഡിന് വേണ്ടിയിട്ട് വലിയ വലിയ ബിൽഡേഴ്സ് ഒക്കെ തന്നെയും ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് തന്നു എന്നുള്ളതാണ് താങ്ക്സ് ടു ഹിം. നമ്മൾ എന്തിനും ഒരു ലക്ഷ്യത്തോടെ ഉണ്ട്. ചിലരുണ്ട് ഒരു പ്രോജക്റ്റുകൾ ചെയ്യുന്നു, അടുത്ത പ്രോജക്റ്റിലേക്ക് ഓടിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. അതൊരു വേ ഓഫ് ബിസിനസ് ആണ്. പക്ഷെ താങ്കളെക്കുറിച്ചും ഈ പ്രോജക്റ്റിനെ കുറിച്ചും സ്കൈയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റന്റ് ബേസ്ഡ് പ്രോജക്റ്റ് എന്ന് ഞാൻ വായിച്ചു. അതെന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റന്റ് ബേസ്ഡ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ? ഈ സ്പെസിഫിക് പ്രോജക്റ്റ് ആണ് ഇന്റന്റ്, അത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റന്റ് ബേസ്ഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വേറൊരു തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റർ ഗ്രൂപ്പ്, അത് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റും അതിനൊരു ഇൻറ്റൻറ്റ് ഉണ്ടാവും, അതിനൊരു പേർപ്പസ് ഉണ്ടാവും. അതില്ലാത്ത ഒരു പ്രോജക്റ്റിലേക്കും ഞങ്ങൾ പോവില്ല. ഞങ്ങൾ എന്തിനിത് ചെയ്യണം, ഞങ്ങൾക്ക് ആർക്ക് വേണ്ടി ഇത് ചെയ്യണം, ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു വലിയൊരു ചിന്താഗതിയിലൂടെയാണ് ഇത്തരം പ്രോജക്റ്റുകളിലേക്ക് ഞങ്ങൾ പോകുന്നത്. അതൊരു ഞങ്ങളുടെ ഒരു മാക്രോ ലെവലുള്ള ഞങ്ങളുടെ ഒരു വിഷനാണ്. ക്രിയേറ്റിംഗ് മീനിങ് ഫുൾ ചേഞ്ചസ് ദി ലൈഫ് ഫോർ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഞങ്ങളുടെ കൂടെ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ ഒരു ക്രിയേറ്റീവായി അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഹോൾ പേർപ്പസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഇൻറ്റൻറ്റ് ഉണ്ടാവും. അതൊരു വളരെ സ്പെസിഫിക് ആണ്. അപ്പോൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കോഹോട്ടിനെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്. ആ കശ്മീർ കുന്നിൻ്റെ ടോപ്പ് ഹില്ലിൽ പോയിട്ട് നമ്മൾ ആലോചിച്ചപ്പോൾ ആർക്ക് വേണ്ടി, ഈ ഒരു സ്ഥലത്ത് ആരാണ് ജീവിക്കേണ്ടത്, എന്തിനാണ് ജീവിക്കേണ്ടത്, ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇൻറ്റൻറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻറ്റൻറ്റ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. മുമ്പ് കാലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുന്നത് ആളുകൾ നോക്കിക്കൊണ്ടിരുന്നത് ഒരു സേഫ്റ്റിക്കും സെക്യൂരിറ്റിയൊക്കെയാണ്. പിന്നീട് അത് ലക്ഷറി എന്നുള്ള ഒരു ഫോർമാറ്റിലേക്ക് വന്നു. അമ്യൂണിറ്റീസ് പറയുകയാണെങ്കിൽ ഒരു 50 അമ്യൂണിറ്റീസ് ഒരാളെന്ന് പറയുമ്പോൾ അടുത്തൊരാൾ പറയുന്നു ഞാൻ 100 അമ്യൂണിറ്റീസ് കൊടുക്കാൻ പോകും. അപ്പോൾ ലക്ഷറി ഡിഫൈൻഡ് ബിൽഡർ ടു ബിൽഡർ അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരാളും ഇതുവരെ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എങ്ങനെ ഹ്യൂമൻ പൊട്ടൻഷ്യലിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തി ജീവിതത്തെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യപ്പെടും, അങ്ങനെ ചെയ്യുന്ന ഒരു ബിൽഡർ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടോ, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ലാൻഡിൽ വരും, അല്ലെങ്കിൽ ഞങ്ങളെ പ്രോജക്റ്റിലേക്ക് വരും, നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു എൻവയോൺമെൻ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ. സോ ഇത് കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, ഇതുപോലൊരു സ്ഥലം ഇത് ആർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളത്. ആരാണ് അവിടുത്തെ താമസക്കാർ, ആരായിരിക്കണം അവിടുത്തെ താമസക്കാർ? എൻ്റെ ഓഫീസിലും എൻ്റെ കൂടെയുള്ള എൻ്റെ കൊളീഗ്സൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയപ്പോൾ, സർ ഞങ്ങൾക്ക് നമ്മൾ നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവും, അവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. മറ്റൊരു പലരും പറയുന്നത് ഞങ്ങൾ നല്ല NRI കമ്മ്യൂണിറ്റിക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, അല്ല ബിസിനസ്സുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ. ഞാൻ വളരെ സ്പെസിഫിക് ആയിരുന്നു. ഐ വാസ് വാക്കിംഗ് ഓൺ ടോപ്പ് ഓഫ് ദി ഹിൽ. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഇവിടെ ജീവിക്കേണ്ടത് ഒരു ഉയർന്ന ചിന്താഗതിയല്ല, ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, അവരുടെ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സ്ഥലം. അങ്ങനെ ആകുമ്പോൾ ആരായിരിക്കും? ദേ ആർ വിഷണറീസ്. വിഷണറി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. അവിടെ ഐഡിയാസ് ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും, ഷെയറിങ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും ദ സ്കൈ എന്ന് പറയുന്ന ആ ഒരു ഇക്കോസിസ്റ്റം. ഇപ്പം ഇത്തരം എന്ത് ഐഡിയ നമുക്ക് വരണമെങ്കിലും അല്ലെങ്കിൽ ഒരു തോട്ട് വരണമെങ്കിലും പലപ്പോഴും അത് പേഴ്സണലി കണക്റ്റഡ് ആണ്. ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോയ ഇത്തരം ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഗ്രോത്ത് കുറച്ചും കൂടി ആയേനെ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാവാം. ചിലർക്ക് ചിലത് കമ്മ്യൂണിറ്റീസ് കണ്ടു കഴിയുമ്പോഴായിരിക്കാം ഇതുപോലൊരു കമ്മ്യൂണിറ്റി എനിക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഇഫ്ലു റഹ്മാൻ എന്ന് പറയുന്ന താങ്കളെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം ഒരു ഐഡിയ വരണമെങ്കിൽ അല്ലെങ്കിൽ വിഷണറീസിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു ഐഡിയ എന്താണ്, തോട്ട് പ്രോസസ്സ് എന്താണ്? ശരിക്കും എൻ്റെ തോട്ട് പ്രോസസ്സ് എൻ്റെ ചിന്താഗതികൾ, മീൻസ് ഞാൻ എന്താണ് എന്നുള്ളതാണ്. എൻ്റെ ഇഷ്ടങ്ങളാണ് ഞാൻ പലതും ചെയ്യാൻ ഉദ്ദേശിക്കാറ്. ഇഷ്ടത്തോടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജീവിക്കുന്നതല്ലേ, ഞാൻ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കണം, എൻ്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കും, എനിക്ക് എന്തൊക്കെയാണ് ആവശ്യം വരിക, അതിനേക്കാൾ ഉപരി വരുന്ന ആളുകൾക്ക് അത് തന്നെ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഒരു വിഷണറി മൈൻഡ് സെറ്റുള്ള ആളുകൾ, ഒരു ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് എപ്പോഴും എന്നെ കുറിച്ച് തോന്നാറുള്ളത്. അതാണ് എൻ്റെ ഒരു ഇൻറ്റൻറ്റ്. ആ രീതിയിലേക്കാണ് അതിനെ
കൊണ്ടുപോയത്. അപ്പൊ ഇത് പറഞ്ഞു നിർത്തിയെടുത്തത് തന്നെ ഞാൻ തുടങ്ങുകയാണ്. വിഷണറീസ്, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് കണക്ഷൻസ് ആർ ഈസിയർ. കണക്ഷൻ, കൊളാബറേഷൻസ്, ലേണിംഗ്, ഇതൊക്കെ ഭയങ്കര എഫേർട്ട്ലെസ് ആയിരിക്കും. അവരവരുടെ കാര്യങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ ചെയ്യുമ്പോൾ അവരവരുടെ എക്സലൻസ് ആണ് അവർ പുറത്തെടുക്കാൻ പോകുന്നത്. ആ എക്സലൻസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നു. അത് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവുന്നു. ഇതൊരു പിയർ ഡ്രിവൺ കമ്മ്യൂണിറ്റിയാണ്. അതായത് ദ ഹോൾ ഐഡിയ ഈസ് ടു ബ്രിങ് പീപ്പിൾ ഹൂ ബിലീവ്സ് ഇൻ ചേഞ്ചസ്, പോസിറ്റീവ് ചേഞ്ചസ് സൊസൈറ്റിക്ക്. അതിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സർവീസ് കൊടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കമ്മിറ്റഡ് ടു പേഴ്സണൽ ഗ്രോത്ത്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് അവർ പരസ്പരം അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടും. അതിലൂടെ അവിടെ വലിയൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വലിയൊരു ചിന്താഗതി രൂപപ്പെടും. അതിലൂടെ അവർക്ക് വലിയൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇൻറ്റൻറ്റ് പർപ്പസ്. ഇപ്പൊ ഈ പറയുന്നത് വെച്ചിട്ട് ശരിയാണ്, ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ താമസിക്കുന്ന സ്ഥലം, എൻഡ് ഓഫ് ദി ഡേ ആ ഒരു വില്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഒരു ബെഡ്റൂമിനെ കുറിച്ച് തന്നെ പറയാറുണ്ട്, അലങ്കോലമായി കിടക്കുന്ന ഒരു മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ മനസ്സ് അസ്വസ്ഥമാകുമെന്നുള്ളത്. ഇപ്പം വിഷണറീസ് ജീവിക്കുന്ന കമ്മ്യൂണിറ്റി, യെസ്, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ഡിസൈൻ ആസ്പെക്റ്റിലാണ് നിങ്ങൾ വ്യത്യാസങ്ങൾ വരുത്തുക? അതുപോലെ ഈ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് വ്യത്യാസങ്ങൾ വരുത്തും? അതുപോലെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ വിഷണറീസ് എന്ന് പറയുമ്പോൾ തന്നെ വളരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉയർന്ന ചിന്താഗതി ഉള്ളവരുമാണ്. അപ്പോൾ ഒരു വീട് എന്നതിലുപരി എന്താണ് ഇവർക്ക് അവിടെ കൊടുക്കുക? ഒരു വിഷണറീസിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്തായിരിക്കും എന്നാലോചിച്ചിട്ടുണ്ടാകും. അവരുടെ അല്ലെങ്കിൽ വിഷണറീസിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക അവർക്ക് എന്തൊക്കെ വേണമെന്നുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവരുടെ ഫാമിലി ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ടാണ് അവർക്ക്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒരു ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ ബിസിനസ് മാൻ ദർ ഇസ് എ വുമൺ എന്നുള്ള ഒരു കോട്ട് നമുക്കെപ്പോഴും കാണുന്നതാണ്. ഞാൻ പറയുന്നത് ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ വിഷണറീസ് ദർ ഈസ് എ ഹോം ടു എന്നാണ് പറയുന്നത്. ഒരു വീട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വിഷണറീസിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം. ആ വീട്ടിൽ അവർ ഏറ്റവും കൂടുതൽ ഒരു ആസ് എ ഇൻഡിവിജ്വൽ അവരേറ്റവും ക്ലോസസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ആളെന്ന് പറയുന്നത് അവരുടെ സ്പൗസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡായിരിക്കാം, അല്ലേ? അതെ. അപ്പോൾ അവരുടെ ഒരു മൊമെൻറ്റ്സ് എങ്ങനെ എൻഹാൻസ് ചെയ്യപ്പെടണം എന്നാണ് ഞങ്ങളുടെ ഈ ഡിസൈനിൽ ആദ്യം ഞാൻ കണ്ടത്. വെൻ ദേ ആർ സ്പെൻഡിങ് ഓൺ ദ ബാൽക്കണി, ഹൗ ദേ ആർ ഗോയിങ് ടു ഇൻട്രാക്ട് ഇൻ ദ കിച്ചൺ, ഇല്ല ലിവിങ് റൂം, എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇങ്ങനെ ഒരു ഡിസൈൻ ലാംഗ്വേജാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ആദ്യം കൊണ്ടുവന്നത്. ഒരു വിഷണറീസിൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവരുടെ കൂടെ എന്നും ഉണ്ടാകുന്ന അവരുടെ സ്പൗസ് അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ്, ഹി ഓർ ഷി, ഹൂവർ ഇറ്റ് ഈസ്. ഇതാണ് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഹെൽത്താണ്. ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത സമയത്ത് അവരെ ഹെൽത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെ അവരുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ആ ജോഗിങ് ട്രാക്ക്, ഒരു സൈക്ലിംഗ് ട്രാക്ക്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സൈക്കിളുമായിട്ട് അവർ ജസ്റ്റ് പുറത്തേക്ക് വരുന്നു. ഒരു 1.5 കിലോമീറ്റേഴ്സ്, അതായത് 2 റൗണ്ട് നമ്മൾ ആ ജോഗിങ് ട്രാക്കിലൂടെ പോകുന്ന സമയത്ത് അന്നത്തെ അവരുടെ എക്സസൈസ് പൂർണ്ണമാകാൻ പോവുകയാണ്. ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു വെൽനെസ് ജേർണിയാണ് നമ്മളവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനൊരു ഇൻറ്റൻറ്റ് ഉണ്ട്. അവരെ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ പ്രോജക്റ്റിൽ. ആ 1.5 കിലോമീറ്റർ അവർ കഴിഞ്ഞു. പിന്നീട് അവർ പോകുന്നത് എങ്ങോട്ടാണ്? അവർ ഇങ്ങനെ തന്നെ പോകണം, ഇതാണ് ഞങ്ങൾ പറയുന്നത്. അത് കഴിഞ്ഞ് നേരെ പോകേണ്ട ജിമ്മിലേക്കാണ്. ആ ജിമ്മിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അപ്പോൾ നമ്മളെ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെയാണ്. സ്വിമ്മിംഗ് പൂൾ പോകുന്ന നോക്കുകയാണെങ്കിൽ നമ്മൾ 20 മീറ്റേഴ്സ് വൈഡ് പൂളാണ്. ഓക്കെ, ഇത് ഒരു വിഷ്വൽ അപ്പീലിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല. ഞാൻ പല പ്രോജക്റ്റുകളിലേക്കും ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു വിഷ്വൽ അപ്പീലാണ് എപ്പോഴും സ്വിമ്മിംഗ് പൂൾ എന്ന് പറയും. ഈ സ്വിമ്മിംഗ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ സ്വിമ്മിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ള ടെക്ക് ഇല്ലെങ്കിൽ ആ സ്വിമ്മിംഗ് എക്സ്പീരിയൻസ് കിട്ടില്ല. സ്വിമ്മിംഗ് പൂൾ എന്തിനാണ്? വെറുതെ വെള്ളത്തിലിരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വിമ്മിങ് എക്സ്പീരിയൻസ് കിട്ടണം. അപ്പോൾ സ്വിം ചെയ്തേ പറ്റും. അപ്പോൾ ആ സ്വിമ്മിങ് കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് അവർ ഡയറക്റ്റ് ടു ദെയർ ഹോം, ആ വീട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു വെൽനെസ് ജേർണി നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അതിനുള്ള ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അത് നിർബന്ധമായിട്ട് അവർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. കുറച്ചാളെങ്കിലും അത് പ്രോപ്പറായി ചെയ്താൽ ഇത് പിന്നീട് അവർക്ക് അവരുടെ ഗ്രോത്തിനും അവരുടെ ചിന്തകൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ഈ കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഡിസൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ചോദിച്ച ആർക്കിടെക്ചറൽ ലെവലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നീട് ഞങ്ങൾ നോക്കിയത് അവരുടെ ടൈമാണ്.
വിഷണറീസിൻ്റെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് എന്താ? ടൈമല്ല, സമയമാണ്. ഇന്ന് ഞങ്ങൾ വീട്ടിലിരുന്ന് റൂമിലിരുന്ന് ലോബലി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ലോകം കാണാൻ പറ്റും നമ്മുടെ ചെറിയ ഫോണിലൂടെ വീട്ടിലിരുന്നാൽ മതി. പക്ഷേ നിങ്ങളൊരു ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്നൊരു സമയം വലുതാണ്. അതെ, ഒരു വിഷണറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മീറ്റിങ്സുകൾ, അവരുടെ ഒരു ഡീല് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഓൺ ദ സെയിം ഡേ അവരുടെ ഒരു മോളുടെ ബർത്ത്ഡേ ഉണ്ട്, എന്ത് ചെയ്യും? പണിയാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളൊരു എലിപ്പാഡ് ഒരു ഫങ്ഷനിങ് അവിടെ ഉണ്ട്. ഞങ്ങൾ എലിപ്പാഡ് കൊടുത്തിട്ടുണ്ട്. എലിപ്പാഡ് കൊടുത്തിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ ഒരു ബിഗർ വേർഷൻ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ പിന്നിലും ഒരു ഇൻറ്റൻറ്റ് ഉണ്ട്. അത് ടൈമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് അവരുടെ മോളുടെ ബർത്ത്ഡേക്കും എത്താനും പറ്റണം, അവിടെ മീറ്റിംഗ് നടത്തണം. എനിക്ക് തോന്നുന്നു ഓവർ ദ ടൈം ഓഫ് പീരീഡ് ഒരു നെക്സ്റ്റ് ഒരു 10 years ഒക്കെ നോക്കുമ്പോൾ ദിസ് ബിക്കം ഒരു യൂഷ്വലായിട്ട് മാറും, എലി ടാക്സി പോലെയുള്ള. അപ്പം അത്തരത്തിലുള്ള ഒരു ലോങ് വിഷൻ ഞാനതിൽ കണ്ടിട്ടുണ്ട്. അതിനാണ് ഞങ്ങൾ എലിപ്പാഡ് വരെ സൗകര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ എൻ്റർടൈൻമെൻറ്റ് ഏരിയ, അവർക്ക് ചില്ല് ചെയ്യാനുള്ള സ്ഥലം, അതേപോലെ അവർക്ക് പാർട്ടി ചെയ്യാനുള്ള സ്ഥലം, ഇതൊക്കെ നമ്മൾ ആ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാകുമ്പോൾ ഇതൊക്കെ അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. വേണമെങ്കിൽ ഈ കാശ്മീർ കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്കതൊരു കൊമേഴ്ഷ്യലായിട്ട് മനസ്സിൽ കണ്ട് വിഭാവനം ചെയ്ത് ഇതിനേക്കാളും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പോലെ കുറേ ബിൽഡിങ്സ് പണിയുക, അതിനെ അട്ടി കൊടുക്കുക, അങ്ങനെ അത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അതല്ല എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് താങ്കളിപ്പോൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ ഒരു ഇൻറ്റൻറ്റ് ബേസ്ഡ് ആയിട്ട് ആദ്യത്തെ പ്രോജക്റ്റാണ്. ബ്ലൂ ഓഷ്യൻ ആണ്. അതിലൊരു കുഞ്ഞ് റിസ്ക്കും ഉണ്ട് ഇല്ലേ? അതുപോലെയുള്ള വിഷണറീസിനെ കണ്ടുവെത്തുക, എത്തിക്കുക. പക്ഷെ എനിക്കിത് മതി എന്നുള്ളൊരു തീരുമാനം. അപ്പോൾ ആ ഒരു ബ്ലൂ ഓഷ്യൻ ചൂസ് ചെയ്യാൻ, അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം, അതെന്തുകൊണ്ടാണ്? അതിന് പിന്നിലൊരു പ്രോസസ്സ് ഉണ്ടാവും. എവറിത്തിങ് ബിഗിൻസ് വിത്ത് എ പേർപ്പസ്. ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള പേർപ്പസ് ഉണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ കെട്ടിടം പണിയാൻ കഴിയില്ല, വലിയ സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡിനെ കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള ആളുകൾ വന്ന് താമസിക്കുക, ഒരുപാട് ആളുകൾ വരിക എന്നുള്ളതിനെ മാറ്റി നിർത്തി ഒരു വിഷണറീസിന് വേണ്ടത് വിശാലതയാണ്. അപ്പം ഞങ്ങൾ നോക്കിയത് ഇൻറ്റൻറ്റ് തന്നെയാണ് ഞങ്ങൾ ആദ്യം നോക്കിയത്. പിന്നെ അതിൽ എങ്ങനെ നമ്മൾ പ്രോഫിറ്റബിലിറ്റി ആക്കാൻ പറ്റും എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മളത് നോക്കുന്നുണ്ട്. ദർ ഇസ് എ കോസ്റ്റ്, എല്ലാത്തിനും ഒരു കോസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കോസ്റ്റ് സ്പെൻഡ് ചെയ്താൽ മാത്രമേ അതിന് അവിടെ വരാൻ പറ്റുള്ളൂ, അത് വാങ്ങിക്കാൻ പറ്റുള്ളൂ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിഷണറീസ് ആയിട്ടുള്ള ആളുകൾക്ക് അത് സ്വാഭാവികമായി സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളതൊരു ബിസിനസ് പരമായിട്ട് നോക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ ഇൻറ്റൻറ്റിനാണ് ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്തത്. അതിലൂടെയാണ് സസ്റ്റൈനബിലിറ്റി, ഞങ്ങളുടെ സോളിഡിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ക്രൈറ്റർ. ഇത് വൺ ഓഫ് എ കൈൻഡ് ആണ് ഈ ഒരു പ്രോജക്റ്റ്. തീർച്ചയായിട്ടും വൺ ഓഫ് എ കൈൻഡ് ആണ്. അപ്പോൾ ഇത് ഒരു ചെയിൻ ഓഫ് പ്രോജക്ട്സ് ആയി മാറുമോ? ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ചെയ്തിട്ടില്ല. ഐ ആം വെരി ജെന്യൂൻ, എനിക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടണം, ഇങ്ങനെ അല്ലെങ്കിൽ വേറെ രീതിയിൽ. ദ സ്കൈ നമുക്ക് എല്ലാ സിറ്റികളിലേക്കും കൊണ്ടുവരണം എന്നുള്ളത് ഒരു ആലോചനയുണ്ട്. പക്ഷേ അതിന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, മേ ബി അതിനായിട്ടുള്ള ഒരു ലാൻഡ് ബാങ്ക്സ് നമുക്ക് കിട്ടണം. അത് കിട്ടുന്ന സമയം തീർച്ചയായിട്ടും ഞങ്ങൾ വരും. അതെന്നാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വി ഡോണ്ട് റൺ ബിഹൈൻഡ് ദി നമ്പേഴ്സ്. ഞങ്ങളങ്ങനെ ഒരു നമ്പേഴ്സിന് വേണ്ടി ചെയ്യുന്ന ആളുകളല്ല. ഞങ്ങൾ വളരെ ചൂസ് ചെയ്യാണ്. ദിസ് ഈസ് ചോസൺ ഫോർ ഫ്യൂ എന്ന് തന്നെ പറയാം. വളരെ സെലക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് മാത്രം ഉള്ള പ്രോഡക്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മളെല്ലാത്തിനും ഒരു ബ്രാൻഡ് അംബാസിഡറിനെ ചൂസ് ചെയ്യും. ശ്രേയ ശരൺ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൊരു ലേഡിയാണ്. ഞാൻ അവരെ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വൈ ഐ ലൈക്ക് ഹർ ഇസ് ബിക്കോസ് ഓഫ് ദി എലഗൻസ്. ഒരു പ്രത്യേക, നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരാളാണ്. നിങ്ങൾ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് ശ്രേയ ശരണിനെ വെക്കാനുള്ളൊരു റീസൺ എന്താ? ഇത് സ്കൈക്ക് ഒരു എലഗൻസ് ഉണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഒരു സെലിബ്രിറ്റീനെ വേണം എന്നുള്ളതിനേക്കാൾ ഉപരി അതിനൊരു പേഴ്സണാലിറ്റി, അതിനൊരു ആക്ടിവിറ്റിക്ക് ഒരാൾ വേണം എന്നുള്ളതിലാണ് ഞങ്ങൾ ശ്രേയനെ തിരഞ്ഞെടുത്തത്. My home, my serenity. The sky. Private residences for visionaries. Kashmir Kunna, Kozhikode. അതുപോലെ തന്നെ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബേർഡാണ്. അതെന്താണ് അതിന് പിന്നിൽ? ഈ പറക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഈ വിഷണറീസ് എപ്പോഴും ചിന്തിക്കുന്നത് എന്താ,
ഉയരത്തിൽ പറക്കണം. അതെ, ഏറ്റവും മുകളിൽ ഉയരത്തിൽ പറക്കണം, ഫ്രീ ആയിട്ട് പറക്കണം. ഫ്രീഡം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ വിഷണറീസും. അവർക്ക് ഫ്രീഡം ഇല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയും. അതെ. അപ്പോൾ അതിൻ്റെ ഒരു എലമെൻറ്റ്സ് ആണ് ഈ മെക്കാവോ. ഈ പക്ഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ആക്ടറിനേക്കാൾ ഉപരി ഇതൊരു മെറ്റാഫോർ ഫോർ വിഷണറീസാണ്. ദിസ് ഇസ് എ മെയിൽ ബേർഡ്, ഒരു മെയിൽ ബേർഡാണ്. അതിൻ്റെ പേര് ബോണി എന്നാണ്. ഈ ബോണി ഞങ്ങളുടെ ഭയങ്കരമായിട്ട് ഇപ്പം ഞങ്ങളുടെ ഒരാളായി മാറിക്കഴിഞ്ഞു, ഞങ്ങളുടെ ഒരു സിമ്പിളായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നീട് ഞങ്ങളുടെ ടീം ബോണിനെ പോയി കണ്ടു, ബോണിയായിട്ട് ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്തു. വെരി പേഴ്സണൽ. ബോണി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പാർട്ട് ഓഫ് ദ സ്കൈ, പാർട്ട് ഓഫ് അവർ ഫാമിലി ആയി കഴിഞ്ഞു ഓൾറെഡി. അതുപോലെ സ്കൈയെ കുറിച്ച് ഞാൻ കേട്ട വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വാർത്തയാണ്, നിങ്ങളുടെ ലോഞ്ചിന്റെ സമയത്ത് ലാംബോർഗിനി ആസ് എ ബ്രാൻഡ് നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു. ഇസ് ദർ എ സ്റ്റോറി? അങ്ങനെ വൈ, ഹൗ? ലംബോർഗിനി ദ സ്കൈക്ക് വേണ്ടിയിട്ട് ലോഞ്ചിന് ഉണ്ടായിരുന്നു. ലംബോർഗിനിയാണ് ഞങ്ങളുടെ ഗസ്റ്റിനൊക്കെ വെൽക്കം ചെയ്തിരുന്നത്. ലംബോർഗിനി ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിൽ ലോഞ്ചിന് വന്ന് ചെയ്തത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരുമായിട്ടുള്ള ഡിസ്കഷനിൽ ഇങ്ങനെ ഒരു തോട്ട് വന്നപ്പോൾ അവർ നോക്കിയത് ഈ പ്രോജക്റ്റിൻ്റെ ഇൻറ്റൻറ്റാണ്. ഈ പ്രോജക്റ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ദ സ്കൈ ക്രൈറ്റൽ ഗ്രൂപ്പ് അതിനെ ലംബോർഗിനി ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള ഒരു ക്രക്സ് അതിനുണ്ടാവേണ്ടതായിരിക്കുന്നു. അവർ പഠിച്ചു, ഞങ്ങൾ പ്രോജക്റ്റിനെ പഠിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവരത് ഓക്കെ പറഞ്ഞത്. ഇറ്റ് വാസ് വെരി ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഫോർ us. It's a proud moment. പ്രൗഡ് മൊമെന്റ്. ആ ലോഞ്ചിന് ലംബോർഗിനി കാർസൊക്കെ ഉണ്ടായിരുന്നു. അത് റിയലി നമ്മൾ ആ പൊസിഷനിങ്, ഞങ്ങളുടെ ദ സ്കൈനെ നമ്മൾ പൊസിഷൻ ചെയ്തത് ഇത്തരം ബ്രാൻഡുകളുടെ കൂടെയാണ് എന്ന് അങ്ങനെ ഫീൽ ചെയ്യപ്പെട്ടതും അങ്ങനെ ആയിത്തീർന്നതൊക്കെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നു. പക്ഷെ ഒരു ബ്രോഷർ പോലും അടയ്ക്കാത്ത ഈ പ്രോജക്റ്റ് 2 മാസം കൊണ്ട് അതിൻ്റെ 40% പോയിരിക്കുന്നു, ആളുകൾ അത് വാങ്ങിയിരിക്കുന്നു. അതൊരു റെക്കോർഡാണ്. സോ അതെന്തുകൊണ്ട്, എങ്ങനെ? അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻറ്റൻറ്റ് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആളുകളാണ് അത് വാങ്ങിക്കുന്നത്. ആ ഒരു വിഷണറി കമ്മ്യൂണിറ്റിയാണ് അത് വാങ്ങിക്കുന്നത്. ഞങ്ങൾക്ക് 62 വിഷണറീസിനാണ് അവിടെ ആവശ്യമുള്ളൂ. അതിൽ 40% വന്നു കഴിഞ്ഞു. 40% വന്നു കഴിഞ്ഞു. ആ 62 വിഷണറീസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രമാത്രം ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇതൊരു പ്രോജക്റ്റിന് ഉണ്ടാവേണ്ട ക്വാളിറ്റിയും അതിൻ്റെ ബിഹേവിയറും ഒക്കെ തന്നെയും ആ ഒരു സ്പെസിഫിക് കോഹോട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളാണ് ഞങ്ങളോട് ഇത് ചോദിക്കുന്നത്. 2 months കൊണ്ട് നമ്മളത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്, ഞങ്ങൾ ഫീൽ ഹാപ്പി. പക്ഷേ ഈ 2 മാസം കൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 1.5 വർഷം അതിനു വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വേറെ പ്രോജക്റ്റൊന്നുമില്ല, വേറെ പ്രോജക്റ്റിൽ ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ പോവുകയില്ല. ഇതിൻ്റെ ഒരു സക്സസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ള പ്രോജക്റ്റിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു പോലും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാഷനാണ്, ഞങ്ങളുടെ ഇതൊരു ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. ഞങ്ങൾക്ക് 2030 അല്ലെ 2035 ആകുമ്പോൾ എന്ത് ആവണം, എന്ത് ചെയ്യണം, എത്ര ടേൺ ഓവർ ചെയ്യണം, എത്ര സ്ക്വയർ ഫീറ്റ് ബിൽഡ് ചെയ്യണം, കമ്പനി ഏത് രീതിയിലാവണം എന്നൊക്കെ ഉള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള റോഡ് മാപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ ഞങ്ങളെ കൂടെ വരും, അല്ലെങ്കിൽ ഞങ്ങളെ പ്രോജക്റ്റിലേക്ക് വരും, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഇക്കോസിസ്റ്റം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ഞാൻ എൻ്റെ എല്ലാ ടീമിനോട് പറയുന്നത്. നിങ്ങളിത് പറഞ്ഞാൽ മതി. നിങ്ങൾ ഞങ്ങൾ എത്രയാവുന്നു, എത്ര സ്ക്വയർ ഫീറ്റ് ചെയ്യുന്നു, എത്ര വോളിയം ഉണ്ടാക്കുന്നു ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വിൽ പ്രൂവ് ഇറ്റ് ഓവർ ദ ടൈം ഓഫ് പീരീഡ്. അതായത് നിങ്ങളൊരു വീടോ അല്ലെങ്കിൽ നിങ്ങളൊരു കാറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ കാണാത്ത സ്ഥലങ്ങൾ ഫിനിഷിംഗ് ഉണ്ടോ, അവിടെ നിങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളത് ചെയ്യും. ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഫീൽ ചെയ്യപ്പെടുക എന്നുള്ളത്. ലക്ഷറി എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യപ്പെടണം. ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞത് ഇതിൽ നിന്നാണ്. ദി സ്കൈ, മൈ വിഷൻ ഫോർ വിഷണറീസ് എന്ന് പറയുന്ന താങ്കളുടെ ഈ പുസ്തകം ശരിക്കും ഈ ഒരു ബുക്കിന് പിന്നിലുള്ള ഒരു കഥ എന്താണ്? ഈ ബുക്ക് ഉണ്ടായത് എല്ലാം ഉണ്ടാവുന്നതിന് മുമ്പാണ് ആ ബുക്ക് ഉണ്ടായത്. ഓക്കെ. ഞാൻ കശ്മീർ കുന്നിൽ കാല് വെച്ച മുതൽ അവിടുന്ന് തുടങ്ങിയ ഒരു കോൺസെപ്റ്റാണ്. ഇത് എങ്ങനെ ആവണം, ആർക്ക് വേണ്ടി ആവണം, ഇത് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെന്തായിരിക്കും ഇവിടെ, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ ആർക്കിടെക്ചറൽ ഡിസൈൻ എങ്ങനെ ഉണ്ടാവണം, ഓരോ വിഷണറി എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരു ഫിലോസഫിയാണ് ഈ ബുക്ക്. ഈ ബുക്ക് ആണ് ഞങ്ങളുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും
കൊടുക്കുന്നത്. ഈവൻ ഞങ്ങൾ ആർക്കിടെക്റ്റിന് കൊടുത്തത് ഇതാണ്, ഓക്കെ. ഞങ്ങളുടെ എല്ലാ കൺസൾട്ടൻസിനും ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വിഷൻ ഇതിലുണ്ട്. ഇതിലുണ്ട്. ഇഫ്ലു റഹ്മാൻ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഒരിക്കലും കേൾക്കാത്തൊരു ഐഡിയ ആണ് ഞാനിന്ന് കേട്ടത്. ഉടനെ തന്നെ അടുത്തൊരു പ്രോജക്റ്റുമായോ വല്ലതും നമ്മൾ മീറ്റ് ചെയ്യുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾ എന്തായാലും അതിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റിയതിൽ, നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ പറ്റിയതിൽ, നിങ്ങൾ ക്ഷണിച്ചതിന് താങ്ക്സ് ടു യു ആൻഡ് യുവർ ടീം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച് രേണു.